നികുതി പിരിവിൽ സംസ്ഥാനത്ത് ഗുരുതര വീഴ്ചയെന്ന CAG റിപ്പോർട്ടിനെ ചൊല്ലി പുതിയ രാഷ്ട്രീയ വിവാദം. CAG റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ നികുതി വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് CAGയുടെ കണ്ടെത്തലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതിനിടെ തോട്ടം നികുതി ഒഴിവാക്കാനുള്ള തോട്ടം ഭൂനികുതി നിയമത്തിന് ഗവർണർ അംഗീകാരം നൽകി. നികുതി പിരിവിൽ ഗുരുതര വീഴ്ചയെന്നായിരുന്നു CAG കണ്ടെത്തൽ. 5 വർഷം കൊണ്ട് 7100 കോടിയിലധികം രൂപ നികുതി കുടിശ്ശിക വന്നെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് സർക്കാർ. മുൻപുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നതാണ് ദീർഘകാലമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തായാലും അത് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പോയിട്ടാണ് കാര്യങ്ങൾ വരേണ്ടത്. എന്തായാലും ഒരു കാര്യം ക്ലിയറാണ്, ആ റിപ്പോർട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറുപടികളുണ്ട്. ഉദാഹരണം മോട്ടോർ വെഹിക്കിൾ ടാക്സ് KSRTCയുടെ ആണ് അതിനകത്ത് 70% 80% KSRTC കിട്ടാനുള്ളത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കിട്ടാനുള്ള പല ഇതുണ്ട്. വാട്ടർ അതോറിറ്റി അതുപോലെയൊക്കെയുള്ള കുറെ സ്ഥാപനങ്ങൾ. പിന്നീട് ഈ കേസിനകത്താണെന്ന് അതിൽ പറയുന്നുണ്ട്. കേസിനകത്താണ് കുറെ റവന്യൂ റിക്കവറി സ്റ്റെപ്പിലാണ്, കുറെ കേസിന് അകത്താണ്. എന്നാൽ കുറേയേറെ മേഖലകളിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് 21 വരെയുള്ളതാണ് വന്നേക്കുന്നത്. കോടതി ഇടപെടലുകളാണ് നികുതി പിരിവിന് തടസ്സമെന്ന് സർക്കാർ പറയുന്നു. പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്യുകയാണ്. നികുതി വകുപ്പ് പരാജയമായിരുന്നു തെളിയിക്കുന്നതാണ് CAG കണ്ടെത്തലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നികുതി പിരിവിലുണ്ടായ ഗൗരവതരമായ പരാജയം, അപകടകരമായ രീതിയിലുള്ള പരാജയമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഇവരുടെ അനാസ്ഥ, ഇവരുടെ കെടുകാര്യസ്ഥതയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ മീതെ കെട്ടിവെക്കുന്നത്. 10,000 കോടിയോളം രൂപ സ്വർണത്തിൽ നിന്ന് പിരിക്കില്ല. ബാറുകളുടെ ടേൺ ഓവർ ടാക്സിൽ ഗണ്യമായ കുറവ് പിരിച്ചെടുക്കില്ല. ഒരുപാട് കള്ളക്കച്ചവടം നടക്കുന്നു. ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറയില്ല, സർവൈലൻസ് ഇല്ല, ഇന്റലിജൻസ് സംവിധാനം ഇല്ല, എൻഫോഴ്സ്മെന്റ് സംവിധാനം ഇല്ല. അരാജകത്വമാണ് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ആർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്ന് വേണം കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല. പിന്നെ എവിടെ നിന്ന് ടാക്സ് കിട്ടുന്നത്? നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന ആഹ്വാനം നൽകാനും പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് CAG റിപ്പോർട്ടും പുതിയ ആയുധമാണ്. തോട്ടം മേഖലയിലെ നികുതി പിരിവ് അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് നിയമപ്രാബല്യമായി കഴിഞ്ഞു. തോട്ടം മേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്താണ് നികുതി ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനമെങ്കിലും സാധാരണക്കാർക്ക് നികുതി ഏർപ്പെടുത്തുകയും വൻകിടക്കാരെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന പ്രചരണവും സർക്കാരിനെതിരെ ഉയർന്നു കഴിഞ്ഞു. സാമ്പത്തിക സ്ഥിതി ഇത്രയേറെ മോശമായിട്ടും നികുതി പിരിവിൽ വലിയ അലംഭാവമാണ് സർക്കാർ കാട്ടിയത്. പുതിയ നികുതി ചുമത്തി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് നികുതി പിരിവ് ഊർജിതമാക്കുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നു. CAG റിപ്പോർട്ട് കൂടി വന്നതോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ്. VV അരുൺ, News 18, തിരുവനന്തപുരം.